നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സഫിയ ടീച്ചർ. പ്രധാന വാർത്തകൾ. ഇന്ദിരാഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ന് കാലത്ത് രാഷ്ട്രപതി ഭവനിൽ വെച്ച് യൂണിയൻ ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. യൂണിയൻ വാർത്താ പ്രക്ഷേപണ വകുപ്പിൻ്റെ ചുമതലയേൽക്കുന്ന ശ്രീമതി ഇന്ദിരയ്ക്ക് പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇപ്പോൾ വിദേശത്തായ ശ്രീ ഡി സഞ്ജീവയ്യയും ഒഴികെ എല്ലാ യൂണിയൻ ക്യാബിനറ്റ് മന്ത്രിമാരും ഇത് സംബന്ധിച്ച ലഘുവായ ചടങ്ങിൽ പങ്കുകൊണ്ടിരുന്നു. ശ്രീമതി വിജയലക്ഷ്മി പണ്ഡിറ്റും ശ്രീമതി ഗാന്ധിയുടെ മകൻ സഞ്ജയും തദവസരത്തിൽ സന്നിഹിതരായിരുന്നു. ചടങ്ങിന് ശേഷം പ്രസിഡന്റ് അവിടെ സന്നിഹിതരായവരും ഒന്നിച്ച് ചായ കുടിച്ചു. ഈ വാർത്തയിലെ കൗതുകമെന്തെന്നല്ലേ? ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് 1964 ജൂലൈ 3 വെള്ളിയാഴ്ച കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിക്കുന്ന മാതൃഭൂമി പത്രത്തിലെ വാർത്തയാണ്. 1964 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2025, അതായത് 60 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ പത്രം ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി മ്യൂസിയം സന്ദർശിച്ചപ്പോൾ ഈ പത്ര കട്ടിംഗ് അവിടെ പ്രദർശിപ്പിച്ചിരുന്നത് ഞാൻ ഫോട്ടോ എടുത്തതാണ്. ഇതിലെ കൗതുകകരമായ ഈ വാർത്ത പബ്ലിഷ് ചെയ്ത തീയതി തന്നെയാണ് 1964 ജൂലൈ 3. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1963 അതായത് ഇന്ദിരാഗാന്ധി യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എനിക്ക് 1 വയസ്സ് മാത്രം. പിൽക്കാലത്ത് 60 സംവത്സരങ്ങൾക്കിപ്പുറം ആ വാർത്ത അന്നത്തെ 1 വയസ്സുകാരി ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൽ പോയപ്പോൾ കാണാനിടയായത് ഒരു മഹാ അത്ഭുതവും കൗതുകവുമായി എനിക്ക് തോന്നുന്നു.